നമസ്കാരം. ആൻഡമാൻ കടൽത്തീര മേഖലയിൽ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തി പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ സുപ്രധാന നേട്ടം കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് രാജ്യത്തെ അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച സമുദ്രമന്ഥൻ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിർണായക കണ്ടെത്തൽ സാധ്യമായത്. രാജ്യത്തെ ആഴക്കടൽ എണ്ണ വാതക നിക്ഷേപങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദൗത്യം ആവിഷ്കരിച്ചിരിക്കുന്നത്. ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള ആൻഡമാൻ ഷാലോ ഓഫ്ഷോർ ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വിജയപുരം 3 എന്ന പര്യവേഷണ കിണറ്റിലാണ് പുതുതായി പ്രകൃതിവാതകം കണ്ടെത്തിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ഓപ്പൺ ഏക്കറേജ് ലൈസൻസിംഗ് പോളിസി പ്രകാരം സമുദ്രത്തിന് 355 മീറ്റർ ആഴമുള്ള കടൽ മേഖലയിലാണ് ഈ കിണർ കുഴിച്ചത്. കടലിനടിയിൽ 1900 മീറ്ററിലധികം ആഴത്തിലുള്ള ഇയോസിൻ ഫോർമേഷൻ എന്ന പാറക്കെട്ടുകൾക്കിടയിൽ ഡ്രില്ലിങ്ങിലാണ് പ്രകൃതിവാതകത്തിൻ്റെ സാന്നിധ്യം കമ്പനി സ്ഥിരീകരിച്ചത്. കിണറ്റിൽ ആവശ്യമായ ദ്വാരങ്ങൾ ഇട്ടയുടൻ തന്നെ വലിയ മർദ്ദത്തോടെ ഗ്യാസ് പുറത്തേക്ക് വരാൻ തുടങ്ങിയതായി ഓയിൽ ഇന്ത്യ വ്യക്തമാക്കുന്നു. ലഭിച്ച പ്രകൃതിവാതകത്തിൻ്റെ ഘടന, ഗുണനിലവാരം, അതിൻ്റെ ഊർജ്ജക്ഷമത എന്നിവ നിർണ്ണയിക്കുന്നതിനായി ഗ്യാസ് സാമ്പിളുകൾ ശേഖരിച്ച് നിലവിൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിവരികയാണ്. കൂടാതെ ഈ വാതകത്തിൻ്റെ കൃത്യമായ ഉത്ഭവം മനസ്സിലാക്കുന്നതിനായി ഐസോട്ടോപ്പ് പഠനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ഈ മേഖലയിൽ വൻതോതിൽ ഇന്ധന നിക്ഷേപം ഉണ്ടെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. ഈ ബ്ലോക്കിൽ ഇതുവരെ കുഴിച്ച 3 പര്യവേഷണ കിണറുകളിൽ 2 എണ്ണത്തിലും ഇതോടെ ഇന്ധന സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ 2025 സെപ്റ്റംബറിൽ വിജയപുരം 2 എന്ന പര്യവേഷണ കിണറ്റിലും ഓയിൽ ഇന്ത്യ പ്രകൃതിവാതകം കണ്ടെത്തിയിരുന്നു. ഈ മേഖലയിലെ കമ്പനിയുടെ രണ്ടാമത്തെ വലിയ കണ്ടെത്തലാണിത്. ആൻഡമാൻ ബേസിനിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് നടത്തിയ പര്യവേഷണങ്ങളിൽ നിലവിൽ കുഴിച്ച 3 കിണറുകളിൽ 2 എണ്ണത്തിലും ഹൈഡ്രോ കാർബൺ സാന്നിധ്യം കണ്ടെത്താനായി എന്നത് വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു. കണ്ടെത്തൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രത്യാശ പ്രകടിപ്പിച്ചു. വലിയ തോതിൽ പ്രകൃതിവാതകം കണ്ടെത്തിയെന്ന വാർത്ത പുറത്തുവന്നതോടെ ഓയിൽ ഇന്ത്യയുടെ ഓഹരി വില വിപണിയിൽ വലിയ നേട്ടം കൈവരിച്ചു. നിലവിൽ 488.95 രൂപയിലാണ് ഓയിൽ ഇന്ത്യയുടെ ഓഹരികൾ വ്യാപാരം നടത്തുന്നത്. ഈ വർഷം ഇതുവരെ മാത്രം കമ്പനിയുടെ ഓഹരി മൂല്യത്തിൽ 14% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെക്കിഴക്കൻ ഏഷ്യയിലെ ഹൈഡ്രോ കാർബൺ സമ്പന്നമായ പല പ്രദേശങ്ങളുമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ സമാനതകൾ കാരണം ആൻഡമാൻ കടൽത്തീര മേഖല സമീപ വർഷങ്ങളിൽ വലിയ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. എണ്ണ വാതക പരിവേഷണ രംഗത്ത് വൻ സാധ്യതകളുള്ള ഒരു മുൻനിര പ്രദേശമായിട്ടാണ് ഊർജ്ജ കമ്പനികളും നയരൂപീകരണ വിദഗ്ധരും ഈ മേഖലയെ വീക്ഷിക്കുന്നത്. ആഴക്കടലിലെ ഇത്തരം കണ്ടെത്തലുകൾ മാത്രം ഉടനടി വാണിജ്യ ഉൽപ്പാദനം ഉറപ്പു നൽകുന്നില്ലെങ്കിലും ആവർത്തിച്ചുള്ള ഹൈഡ്രോ കാർബൺ സാന്നിധ്യം ഈ മേഖലയുടെ ദീർഘകാല സാധ്യതകളിലുള്ള ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആഗോളതലത്തിലുള്ള ആഴക്കടൽ പരിവേഷണ വിദഗ്ധരുടെ സഹായത്തോടെയും അന്താരാഷ്ട്ര സാങ്കേതിക സഹകരണത്തോടെയും ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഊർജ്ജ ആവശ്യങ്ങൾക്കായി രാജ്യം വിദേശി ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മുമ്പ് നടത്തി ഉപേക്ഷിച്ച പ്രകൃതിവാതക പെട്രോളിയം പരിവേഷണങ്ങൾ പുനരാരംഭിക്കാനും കേന്ദ്ര സർക്കാരിന് പദ്ധതിയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വാതക സ്രോതസ്സുകളുടെ വിജയകരമായ ഇത്തരം വികസനങ്ങൾ രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കും.